ഇന്ന് കുമ്പിളപ്പത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം 5 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. 1 കപ്പ് ചിരകിയ തേങ്ങയും 1 കപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും 1 കപ്പ് ചിരണ്ടിയ ശർക്കരയും പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇടന ഇല അല്ലെങ്കിൽ വഴന ഇല എടുത്ത ശേഷം നന്നായി കഴുകി തുടച്ചെടുത്ത ശേഷം ഇത്തരത്തിൽ ഇല കൂട്ടി മാവ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടച്ചു വെക്കുക. എടുത്തു വച്ചിരിക്കുന്ന എല്ലാ മാവും കുറേശ്ശെ ഓരോരോ ഇലയിലേക്കാക്കാം. അടുത്തതായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ആവി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തട്ട് എടുത്ത് വെച്ചതിന് ശേഷം കുമ്പിളപ്പം എല്ലാം തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കണം. ഇവിടെ വരിക്കച്ചക്കയാണ് കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് അരിമാവോ ഗോതമ്പ് മാവോ ഉപയോഗിക്കാവുന്നതാണ്. ഓരോന്നിനും ഓരോ രുചിയാണെന്ന് മാത്രം. അതുപോലെ ഇടന ഇലയുടെ മണവും രുചിയും ഇഷ്ടമില്ലാത്തവർക്ക് വാഴയിലയിൽ പരത്തിയും ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അതുപോലെ മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇവിടെ ശർക്കരയിൽ പൊട്ടോ കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നേരിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെന്ന് തോന്നിയാൽ അത് കുറച്ച് വെള്ളത്തിൽ ശർക്കര പാനിയാക്കിയതിന് ശേഷം അരിച്ച് ഉപയോഗിച്ചോളൂ. വെള്ളത്തിൻ്റെ അളവ് ശർക്കര ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. 4-5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഉപയോഗിച്ച് ശർക്കര പാനിയാക്കി എടുത്തോളൂ. അല്ലാതെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ഇലയിൽ കുമ്പിളപ്പം വെക്കാനും വേവിച്ചെടുക്കാനും എല്ലാം പ്രയാസമായിരിക്കും. ഇനി ചക്കയുടെ സീസൺ ആകുമ്പോൾ ഈ രീതിയിൽ കുമ്പിളപ്പം ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെയധികം രുചികരമായ ഒരു വിഭവമാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.